മാലിനി, മാക്ബത്ത് ആണോ കയ്യിൽ? അതെ. ഒന്ന് തരാമോ? താങ്ക്സ്. എടാ അല്ലേ, എന്നെ മ്യൂസിക് ടീച്ചർ വിളിക്കുന്നു. വരട്ടെ. അവിടെ കയറി പഞ്ചാര അടിച്ചോണ്ട് നിന്നാ മതി. രാഗം മായാ മാളവ ഗൗള, ആദി താളം സ രി ഗ മ പ ധ നീ സാ നീ ധ പ മ ഗ രേ സ സരി ഗ മ പ ഗ മ ഗ പ മ പ മ ഗ രി ഗ മ പ മ പ ധ നി ധ പ മ പ ധ നി ധ രി ധ നി ധ ധ രി ഗ ധ രി ഗ മ മ രി ഗ ഗ ധ രി ഗ രി മ രി ധ ധ നി ധ ധ നി ധ രി ധ നി ധ പ ധ ധ പ പ നി നി ധ ധ ധ ധ നി നി രി രി ധ ധ ഗ ഗ രി മ രി ധ രി ഗ ധ രി നി രി ധ ധ സ രി ഗ ധ രി ഗ മ രി പ മ ഗ രി ഗ ധ രി ധ നി ധ നി സ നി ധ രി ഗ. ചലമേലരാം സാകേത രാമ ചലമേലര സാ. ഒരു സിനിമയ്ക്ക് വരുമോ? പോറ്റി എന്താ ചോദിച്ചത്? ഒരു സിനിമയ്ക്ക് വരുമോന്ന്. താൻ ആള് മോശമല്ലല്ലോ, വല്ലാതെ പാവം പോലെ ഇരുന്നിട്ട് പാലും തൈരും കുടിച്ചിട്ടുണ്ടാക്കിയ തടിയാ, വെറുതെ ചീത്തയാക്കണ്ട. എടാ പാവം ക്രൂരാ, നീ നിന്റെ ആഗ്രഹം സാധിച്ചല്ലേ? ഇങ്ങനെയാണ് ഓരോ സന്യാസിമാരുടെ കഥ പുറത്തു വരുന്നത്. തന്നെ എന്നൊരു പണി സരളെ, നീ ഇതിലിടപെടരുത്. ഇത് പ്രശ്നം വേറെ. എന്നാലും ഞാനൊന്ന് അറിയണമല്ലോ. അറിയാനൊന്നുമില്ല, ആ ലതികയെ പോറ്റി സിനിമയ്ക്ക് വിളിച്ചു. അതിനെന്താ? ലതിക തന്റെ പെങ്ങളൊന്നും അല്ലല്ലോ. ആഹാ, ഈ കോളേജിൽ പഠിക്കുന്ന എല്ലാ പെൺകുട്ടികളും ഞങ്ങളുടെ പെങ്ങന്മാരാ. നകുല, കൂടുതൽ വാചം അടിക്കില്ലേ. തന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയും. പോറ്റി വിഷമിക്കണ്ട, തന്റെ കൂടെ സിനിമയ്ക്ക് വരെ ഞാനുണ്ട്. വാ. പോയല്ലോ കൂട്ടാ. പോറ്റി, ഐ ലവ് യു. താൻ എന്തിനാ ഇങ്ങനെ ചുറ്റും നോക്കുന്നത്? ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ. തന്നെ സ്നേഹിക്കുന്നെന്നാ പറഞ്ഞത്. എന്നാലും അത് വേണോ? സരളയ്ക്കിപ്പോ എന്താ പെട്ടെന്നൊരു സ്നേഹം തോന്നാൻ? വെറുതെ ഒന്ന് സംസാരിക്കാൻ. അങ്ങനെ വെറും വെറുതെ അല്ല, എന്തോ ഉണ്ട്. ഏയ് ഒന്നുമില്ല. അനിലിനെന്താ? നിന്നോട് ഇഷ്ടമാണോ? അറിയില്ല, എനിക്കറിയില്ല. നിനക്കോ? അന്ന് ഒരു ലെറ്റർ കൊടുക്കുന്ന കണ്ടല്ലോ. പറയാൻ കഴിയാത്ത ചിലത് എഴുതി കൊടുത്തു. മറുപടി പറഞ്ഞില്ല. അനിലിന് മാലിന്യോട് ഇഷ്ടമാണ്, അവൾക്കും അങ്ങനെയാ. അങ്ങനെയാണെങ്കിൽ പിന്നെ കുട്ടി അനിലിനെ കൂടുതൽ കാണാതിരിക്കുന്നതല്ലേ നല്ലത്. ഞാൻ ഒന്നും പറയണ്ട. ഞാൻ വന്നത് മറുപടിക്കല്ല, അത് വേണ്ടെന്ന് പറയാനാ. അനിലിന്റെ മനസ്സിലെ വിഷമം എനിക്കറിയാം. പെങ്ങന്മാരില്ലാത്തതിൽ ദുഃഖിക്കുന്ന ആളല്ലേ. എന്നെ അങ്ങനെ കണക്കായിക്കൊള്ളൂ. ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കയറി അങ്ങോട്ട് ചെന്ന് മിണ്ടണോ? വേണമെങ്കിൽ മതി. അനിലിന്റെ ഒരു ബുക്ക് എന്റെ കയ്യിലുണ്ട്. ആഹാ, അപ്പൊ കൈമാറ്റങ്ങളൊക്കെ നടത്തിയിട്ട് ആളെ ഒരുമാതിരി വടിയാക്കുകയാണല്ലേ? അയ്യോ, അത് തന്നല്ല, ലൈബ്രറി വെച്ച് മറന്നതാ. ഇത് കൊടുക്കണ്ടേ? ഓ, നീയും വരണം. എന്തിനാ? നിങ്ങളുടെ പ്രേമനാടകം കാണാനോ? വേണ്ട, അത് കണ്ടാലേ
എനിക്ക് മൂഡ് ഔട്ട് ആവും. ഒന്നും ആവില്ല. ഞാൻ പറയുന്നത് എന്റെ പൊന്നു മോള് കേക്ക്. ഈ ബുക്ക് കൊണ്ടേ കൊടുക്കും. എന്നിട്ട് എന്തോ പറയാനുള്ളത് പോലെ നാണിച്ചു നിൽക്കണം. അപ്പൊ ചോദിക്കും എന്താ നിൽക്കുന്നെന്ന്. പിന്നെ അങ്ങ് അടിച്ചു വിട്ടേക്കണം. എന്തോന്ന്? എന്റെ ജീവന്റെ ജീവനായ അനിലേ, നീ ഇല്ലാത്ത ജീവിതം. അയ്യോ, അങ്ങനെയൊന്നും വേണ്ട. അതൊക്കെ വൃത്തിയിടാ. അവസാനം ഉള്ളതും കൂടി ഇല്ലാണ്ടാവും. എന്നാ ഒന്നും വേണ്ട, വെറും നോട്ടങ്ങൾ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ മാത്രം എന്നെ വിളിച്ചാ മതി. പിന്നെ മുഖത്ത് മുഖക്കുരു ഉണ്ടോന്ന് കൂടി നോക്കിക്കോ. ആ പൊയ്ക്കോ. ആ താങ്ക്സ്. പാടൂ. കുറേശ്ശെ. പഠിക്കുന്നുണ്ടോ? വീട്ടിനടുത്തൊരു ഭാഗവതരുണ്ട്, അവിടെ. എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ്. പാടുന്നവരെയോ? വലിയ ആലോചനയാണല്ലോ. കുട്ടി ഒരു സ്വപ്നജീവിയാ. എന്നെ കുട്ടിയെന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാ മതി. എന്താ മനസ്സിലുള്ളത് തുറന്നു പറയാൻ പേടി? ഞാനിത് നേരത്തെ അറിഞ്ഞു. എങ്ങനെ? അതെങ്ങനെയാട്ടെ. ആ, നകുലം പറഞ്ഞു കാണും. ആരും പറയാതെ തന്നെ മനസ്സിലാക്കിക്കൂടെ? ആളെ കണ്ടാലറിയാം. ഒരനശ്വര പ്രേമത്തിന്റെ തുടക്കമാണത്. ഇത് പൊളിക്കണം. അല്ലെങ്കിൽ നിനക്കുറക്കം വരില്ലല്ലോ. നീ ഇടപെടേണ്ട, അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. സരളയാണ് ഇതിന്റെ ഹംസം. ആദ്യം അവളെ ഒന്ന് വരട്ടാം. അത് വേണ്ട, എനിക്ക് വയ്യ അവളുടെ തല്ലു വാങ്ങിക്കാൻ. നമുക്ക് ആ പോറ്റി ഒന്ന് വരട്ടാം. വാ. എന്നെ അങ്ങനെ വരട്ടാന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ പഴയ പോറ്റിയല്ല, പറഞ്ഞേക്കാം. ആ സരളയുടെ ബലത്തിലല്ലേ നീ തുള്ളുന്നത്? അവളോട് പറഞ്ഞേക്ക് ഇവിടെ വേറെ ആമ്പിള്ളാരുണ്ടെന്ന്. വരടാ, പ്രേമിക്കാൻ നമുക്കും അറിയാവുന്നത് തെളിയിക്കണം. ഇത്തവണ ഞാൻ സേതുവിനെ മര്യാദ പഠിപ്പിക്കും. നീ വെറുതെ തല്ലിനൊന്നും പോണ്ട. പിന്നെ താൻ പോവോ? അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാരൊന്നും വാലു പൊക്കില്ലായിരുന്നു. സേതു ഇത്രയും ചൂടാകാൻ എന്താ കാരണം? അസൂയ. നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചത് ഞാനാത്രേ. അത് ശരിയാണല്ലോ. പോറ്റി, വെറുതെ കൊത്തല്ലേ. ആ, അത് കള. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അനിൽ, ഒരു പാട്ട് പാടണം. അയ്യോ, ഞാൻ ആ, ഈ വയ്യാകിയാന്നൊന്നും പറയണ്ട. ഇത് നിങ്ങളുടെ പ്രേമഭാജനത്തിന്റെ ആവശ്യമാണ്. ആ കുട്ടി എന്താ ഒറ്റയ്ക്കിരിക്കുന്നത്? ഇങ്ങോട്ട് വിളിക്കൂ. അവള് വന്നാലേ പാടാൻ മൂട് വരുള്ളായിരിക്കും. ഞാൻ വിളിക്കാം. ക്ലാസിക്കൽ അറിയാവുന്ന പോറ്റി ഇരിക്കുമ്പോ ഞാൻ ഈ മൂളിപ്പാട്ട് പറഞ്ഞത് ശരിയാണ്? അത് സാരമില്ല. എന്തെങ്കിലും തെറ്റ് വന്നാലും ഞാൻ കേട്ടില്ലെന്ന് നടിക്കാം. എന്നാലും അത് ശരിയല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ആദ്യം പോറ്റി ഒന്ന് പാട്. അയ്യോ, അത് വേണ്ട. അപ്പൊ സരള പോറ്റിയുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കാ ഭേദം. എന്തായാലും ആദ്യം പോറ്റി തുടങ്ങും. റെഡി? 1 2 3 4. ശാസ്ത്രീയ സംഗീതം ആസ്വദിക്കണമെങ്കിൽ അല്പം ജ്ഞാനവും ഒക്കെ വേണം. അതില്ലാത്തതിന്റെ കുറവാ. അതെ അതെ, ഇതാണ് ശാസ്ത്രീയ സംഗീതം. എല്ലാം പാടേണ്ട
മട്ടി പാടിയ കേൾക്കാൻ നന്നായിരിക്കും. ഞാൻ എപ്പോഴേ പറഞ്ഞതാ വേണ്ടെന്ന്. അനിൽ പാടാൻ പറ്റുമോ? ശ്രുതി പോലും നോക്കാൻ പറ്റുന്നില്ലല്ലോ. അതായിരുന്നു എനിക്കും കുഴപ്പം. ഞാനും കേട്ടതാ. പോറ്റി കലക്കി കുളമാക്കി കളഞ്ഞു. ഓ എന്റെ പോറ്റി. അയ്യാ എന്നാ പിടിച്ചോ ശ്രുതി.